ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 വലിയ വലിയുള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് അതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കരിവേപ്പിൻ്റെ ഇലയും കൂടെ നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വാടാനായിട്ട് വെക്കുക. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ എണ്ണയിൽ കടന്നിട്ട് തക്കാളി നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമായ തൈര് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. ഞാനിപ്പോൾ വെച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കല്ല. അതിനായിട്ട് കുറച്ചധികം വെള്ളം വെക്കുക. അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കുക. ഹാഫ് വേവാകുമ്പോൾ ഊറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ പാക വേവായിട്ടുണ്ടാവും. ഇനി ഈ ചിക്കൻ്റെ മേലെ നമ്മൾ ഊറ്റി വെച്ച ചോറ് തട്ടി കൊടുക്കുക. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്താൽ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്.